ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് സംഭവം എന്നുള്ളത്. അത് വേറെ ഒന്നല്ല, കമ്പാരിസൺ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമ്മളെ കമ്പയർ ചെയ്യൂലേ, അവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക, അവൾ എത്ര നന്നായിട്ടാണ് പഠിക്കുന്നത്, വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഭയങ്കര കമ്പാരിസൺ ആയിരിക്കും, കമ്പയർ ചെയ്തുകൊണ്ടിരിക്കില്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാണോ ഈ ഒരു തലവേദന നിൽക്കുന്നത്, എന്നാണോ ഈ കമ്പാരിസൺ നിൽക്കണേന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ വലുതായി കഴിയുമ്പോൾ പാരന്റ്സ് പറയുന്നത് ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ സ്വയം ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ തന്നെ കമ്പയർ ചെയ്യും മറ്റൊരാളെ വെച്ചിട്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനെ എടുക്കാം. അപ്പൊ ആ ഫ്രണ്ട് നമ്മളിൽ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ, ഒരു ജോലി സെറ്റിലായി അല്ലെങ്കിൽ വീട് സെറ്റായി എല്ലാം ഒന്നുണ്ടെങ്കിൽ അവര് നമ്മളെ വെച്ച് കമ്പയർ ചെയ്യില്ലേ, അവന് രക്ഷപ്പെട്ടു, അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അവര് നല്ല രീതിയിൽ എത്തി, എനിക്കൊന്നും ആവാൻ പറ്റിയില്ലല്ലോ. ഇതും ഒരു തരത്തിലൊരു കമ്പാരിസൺ ആണ്. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് നെഗറ്റീവ്സ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എനർജി ലോ ആവുക, അതിനനുസരിച്ച് എന്താ നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അതിന് പകരം ഇന്നലെകളെ മറന്നു കളഞ്ഞിട്ട് ഇപ്പൊ മുതൽ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ ജീവിതയാത്രയും വ്യത്യാസമാണ് അല്ലേ. എന്റെ പോലെ ആയിരിക്കില്ല എന്റെ ഹസ്ബൻഡിന്റെ, അപ്പുറത്ത് വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ, റിലേറ്റീവ്സിന്റെ, എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ജീവിതമാണ്, വ്യത്യസ്തമായിട്ടുള്ള സമയമാണ്, വ്യത്യസ്തമായിട്ടുള്ള യാത്രയാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു സമയമുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്കിപ്പോ എത്ര വയസ്സായിക്കോട്ടെ, ചിലർ 20 വയസ്സിൽ 25 വയസ്സിൽ സെറ്റിൽ ആവുന്ന ആൾക്കാരുണ്ടല്ലേ, ചിലർ 30-40 ആയിട്ട് സെറ്റിൽ ആയിട്ടുണ്ടാവില്ല. പക്ഷെ എന്തിനാണ് വിഷമിക്കുന്നത്? അവര് ഒരു 25 വയസ്സിൽ സെറ്റിൽ ആയ ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ സമയത്തിന്റെ ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്ത ഒരു ഇതിന്റെ ആയിരിക്കും. അപ്പൊ സോ നമ്മൾ അത് നോക്കി വിഷമിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ നമുക്ക് എത്ര വേഗം നമുക്ക് സക്സസിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യലല്ലാതെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെ ജീവിതയാത്രയും വളരെ വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. സോ എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ ഈ ഒരു കമ്പാരിസൺ ഒഴിവാക്കാം. കാരണം ജീവിതയാത്ര, സമയം എല്ലാം വ്യത്യാസമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ളവരുടെ ജീവിതത്തിനല്ല. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.